ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളുള്ളത് ലുലുവിലാണ് കേട്ടോ. ലുലുവിൽ ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് വന്നതാണ്. റംദാൻ മാസം ആയത് കാരണം തന്നെ അവിടെ നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അവരതെല്ലാം സെറ്റ് ചെയ്തിരുന്നത്. അവിടെ ഒത്തിരി പ്രോഡക്റ്റ്സ് ഉണ്ടായിരുന്നു. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ളതും റംദാൻ്റെ ഭാഗമായിട്ട് നിസ്കരിക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ട് ധാരാളം പ്രോഡക്റ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം അവർ ഓഫർ പ്രൈസിനാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഞാൻ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ട് നേരെ ഇവിടെ ഇത് കണ്ടപ്പോഴേക്കും ഇങ്ങോട്ട് വരുവാണ് ചെയ്തത് കേട്ടോ. ഓഫറിൻ്റെ കാര്യം അറിഞ്ഞിട്ടൊന്നും വന്നതല്ല. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ കുറച്ച് പില്ലോയും ബ്ലാങ്കറ്റും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിസ്കരിക്കുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ ആ കാണുന്നതൊക്കെ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേയിലുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടതൊക്കെ കുറച്ച് റേറ്റൊക്കെ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതും കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ടിഷ്യൂ പേപ്പറും അതുപോലെ തന്നെ ബ്ലാങ്കറ്റും അങ്ങനെ കുറച്ച് ഐറ്റംസാണ് ഞാൻ എടുത്തത്. പില്ലോയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ശിഖക്കുട്ടിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ, ഇതിങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ എല്ലാം നമ്മൾ അതിനകത്തേക്ക് വെച്ചിട്ട് ആദ്യം ഈ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കാറിനകത്തേക്ക് അതെല്ലാം വെച്ചതിന് ശേഷം രണ്ടാമത് വന്ന് നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൽ കയറാം എന്നുള്ളൊരു പ്ലാനിലാണ് ഈ പോകുന്നത് കേട്ടോ. ശിഖക്കുട്ടി നേരെ കൊണ്ടുപോയി കാറിനകത്തേക്ക് തട്ടുമെന്നായപ്പോൾ ഞാനത് മേടിച്ചു കേട്ടോ. മേടിച്ചിട്ട് ഞാൻ നേരെ കൊണ്ടുവന്ന് ഡിക്കിക്കകത്തേക്ക് എല്ലാം എടുത്ത് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുവാണ് കേട്ടോ. ഇനി നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. ഇനി അവിടെ നിന്ന് കുറച്ച് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കണം. അവിടെ നിന്ന് എടുക്കാനാണ് വന്നത് കേട്ടോ. കുറച്ചധികം സാധനങ്ങൾ ഞാൻ ഓഫറിൽ ഇട്ടിരുന്നിടത്ത് എടുത്തുകൊണ്ട് ഇവിടെ ഇനി ബാക്കി കുറച്ച് സാധനങ്ങളെ എടുക്കാനുള്ളൂ. അപ്പോൾ ഷാമ്പൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാമ്പൂ ഒന്നും ഓഫറിനില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ലോറിയലിൻ്റെ ഷാമ്പൂ എടുത്തു. കണ്ടീഷണർ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഷാമ്പൂ മാത്രമാണ് എടുത്തത്. അത് കഴിഞ്ഞ് ഇത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് കേട്ടോ. മോസ്കിറ്റോ കില്ലർ ഒരു ബാറ്റും കൂടി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഞങ്ങൾ മേടിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത് കംപ്ലൈൻ്റ് ആയി കേട്ടോ. അതിനി ഈ ബൈക്ക് കണ്ടപ്പോൾ ശിവക്കുട്ടിക്ക് ഫോട്ടോ എടുക്കണം. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് നേരെ നമ്മൾ മീറ്റിൻ്റെ സെക്ഷനിലേക്ക് വന്ന കേട്ടോ. ഇനി ഫ്രൂട്ട്സ് ആണ് കേട്ടോ എടുക്കേണ്ടത്. ഉർവശിയുടെ ഒരു സിനിമയില്ലേ, നമ്മുടെ അച്ചുവിൻ്റെ അമ്മ, ആ സിനിമയ്ക്കകത്ത് ഉർവശി കൂർക്കെടുക്കുന്ന പോലെ എനിക്ക് ചിക്കു, അതായത് നമ്മുടെ സപ്പോട്ട എടുക്കുന്നത്. സപ്പോട്ട ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. സപ്പോട്ട എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് തന്നെ കുറേ സപ്പോട്ടയും മേടിച്ചു. അത് കഴിഞ്ഞ് റംദാൻ്റെ ഭാഗമായിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതൊക്കെ. അങ്ങനെ ശിവക്കുട്ടി ഒരു ഫോട്ടോ എടുക്കാനൊക്കെ വിളിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് അവിടേക്ക് ഇങ്ങനെ ബാക്കി സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടത് കേട്ടോ. പുള്ളിക്കാരി നെയ്യാറ്റിൻകര ഉള്ളതാണ്. പേര് ഞാൻ ഓർക്കുന്നില്ല, പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും സന്തോഷം, ഭയങ്കരമായിട്ട് സന്തോഷമായി. കണ്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തല്ലോ ഒരാൾ, എന്നിട്ട് നമ്മളോട് വന്ന് സംസാരിച്ചല്ലോ, അതിൽ സന്തോഷമുണ്ട്. ഇനി അതെല്ലാം ബില്ല് ചെയ്യുവാണ് കേട്ടോ. ഇനി ഇതെല്ലാം ബില്ല് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. സാധാരണ പാരഗണിൽ നിന്നാണ് എപ്പോഴും ഫുഡ് കഴിക്കാറ്. പക്ഷേ ഇന്ന് ചിക്കുന് ബിരിയാണി, ചിക്കു എന്ന് പറയുന്നത് ഞാൻ ശിവക്കുട്ടിയെ ചിക്കു എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കുവിന് ബിരിയാണി വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാരഗണിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, അവിടെ ഭയങ്കര തിരക്കായിരിക്കും, വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് വയ്യ എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മേലിൽ ഇങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് മേടിച്ചിട്ട് മേലിൽ വന്നിരുന്ന് കഴിക്കുവാണ് കേട്ടോ. കൂടെ കുറച്ച് സാലഡ്സും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നേരെ ശിവക്കുട്ടിയുടെ പ്ലേ ടൈമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കയറുന്നത്. എനിക്ക് തല ഇറങ്ങുമോ വോമിറ്റിംഗ് ആവോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടായിരുന്നു. എന്നിട്ട് എന്തായാലും ശിവയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. എങ്ങനെയൊക്കെയോ ആണ് ഇരിക്കുന്നത്. നല്ല പേടിയുണ്ട്. ശിവയ്ക്കും പേടിയുണ്ട്. പക്ഷേ എന്നാലും ഇതെല്ലാത്തിലും കയറാൻ വലിയ ഇഷ്ടമാണ്. ഒരാൾ കൂടി ഉണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് അങ്ങനെ ഒന്നിലും കയറില്ല കേട്ടോ. ഞാനോ ചേട്ടനോ ആരെങ്കിലും ഒരാൾ കൂടി ഉണ്ടെങ്കിൽ എല്ലാത്തിലും കയറാൻ ഇഷ്ടമാണ്.
എൻ്റെ അമ്മയെ അങ്ങനെ എങ്ങനെയോ അതിൽ നിന്ന് രക്ഷപ്പെട്ടു കേട്ടോ. എനിക്കെന്തോ അതിങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷേ താഴേക്ക് വരുമ്പോൾ എന്തോ ഒരു വലിയ ഒരു പേടി തോന്നും കേട്ടോ. അത് ശിഖക്കുട്ടിക്ക് അത് വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറേ നേരം കണ്ണടച്ചിരുന്നു, പിന്നെ കണ്ണ് തുറന്ന് കുറച്ച് നേരമൊക്കെ നോക്കി. എന്നിട്ട് അടുത്തിരുന്ന ഒരു കുട്ടി ശിഖയെ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയതാണ് കേട്ടോ. പക്ഷെ പുള്ളിക്കാരെ കൊണ്ട് പറ്റിയില്ലേ. നേരെ വരുന്ന വഴിക്ക് എൻ്റെ തലയൊക്കെ ഇടിച്ചു. എനിക്ക് ആകെ ടെൻഷനായിരുന്നു. അതിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്നായിരുന്നു കേട്ടോ. കയറിയും പോയി ഇറങ്ങി, പിന്നെ അതിൽ നിന്നൊന്ന് മാറി അതിന് ശേഷം ഞങ്ങൾ നേരെ, പിന്നെ ശിഖക്കുട്ടിക്ക് ഇതൊന്നും ഒരു പ്രോബ്ലം ഇല്ല, എല്ലാത്തിലും ഇങ്ങനെ കയറാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഒറ്റയ്ക്ക് കയറില്ല എന്ന് മാത്രം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ. ശിഖക്കുട്ടിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ പുതിയതൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് പോയതാണേ. പോയതിന് ശേഷം അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വന്നത് ഫാഷൻ സ്റ്റോറിലേക്കാണ് കേട്ടോ. ലുലുവിൻ്റെ തന്നെ ഫാഷൻ സ്റ്റോർ ഉണ്ടല്ലോ, അവിടേക്കാണ് വന്നത്. ഇനി ഞാൻ ഫേസസ് കാനഡയുടെ കുറച്ച് പ്രോഡക്റ്റ്സ് എല്ലാം നോക്കിയായിരുന്നു കേട്ടോ. കുറച്ച് മേടിക്കുകയും ചെയ്തു. ഞാൻ സ്റ്റോപ്പ് ക്രീമും അതുപോലെ തന്നെ നമ്മുടെ ഫേസസ് കാനഡയുടെ ഫൗണ്ടേഷനും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അപ്പം ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ, എൻ്റെ റേറ്റൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.